ഹായ് ഹലോ നമസ്കാരം. എന്നാ ഉണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിവിടെ ഒക്ടോബർ 10 തേഴ്സ്ഡേ ആണേ. ഈവനിങ് ആയിട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് പോവാണേ. ഈ വീക്ക് നമുക്കൊരു ലോങ് വീക്കെൻഡ് ആണ്. മൺഡേ ഹോളിഡേ ആണ്, താങ്ക്സ് ഗിവിംഗ് ഡേ. നമ്മുടെ ഓണമൊക്കെ ഇല്ലേ, അതുപോലെ ഇവിടുത്തുകാരുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത്. ഈ താങ്ക്സ് ഗിവിങ്ങിന്റെ മെയിൻ ഡിഷ് എന്താണെന്നറിയോ? ബേക്ക് ചെയ്ത ടർക്കി. ഈ ടർക്കിക്കകത്തോട്ട് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് അത് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ ടർക്കിയും ഈ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് നമ്മളിപ്പം പോകുന്നത്. നിങ്ങൾക്കറിയോ ഈ കാനഡയിൽ എന്നാണ് ആദ്യമായിട്ട് താങ്ക്സ് ഗിവിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന്? 1578. അതിന്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ടേ, പറഞ്ഞു തരട്ടെ. നിങ്ങൾക്കറിയാലോ, പഴയ കാലത്തൊക്കെ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകണമെങ്കിൽ കടൽ വഴി സെയിൽ ചെയ്തിട്ടല്ലേ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ ബ്രിട്ടീഷ് എക്സ്പ്ലോററായ മാർട്ടൻ ഫ്രോബിഷർ ഇംഗ്ലണ്ടിൽ നിന്ന് കാനഡയിലേക്ക് സെയിൽ ചെയ്തു വന്നു. നോർമലി ഇങ്ങനെയൊക്കെ പോകുമ്പം സീ സിക്നെസ് ഉണ്ടാവാം, ചിലർ മരിച്ചു പോവും. ബിക്കോസ് കുറേ ടൈം എടുത്തല്ലേ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് എത്തുന്നത് അവര്. അപ്പം അതിനിടയിൽ ഇങ്ങനെ പല ആപത്തുകൾ സംഭവിക്കാം. പക്ഷെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ക്രൂവും യാതൊരു ആപത്തും കൂടാതെ ഇംഗ്ലണ്ടിൽ നിന്ന് കാനഡയിലെത്തി. സോ അവര് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയൊരു ഫീസ്റ്റ് ഒരുക്കി. അതാണ് കാനഡയിലെ ആദ്യത്തെ താങ്ക്സ് ഗിവിംഗ്. അപ്പോൾ അങ്ങനെ 1578 ശേഷം എല്ലാ വർഷവും ഇവിടെ താങ്ക്സ് ഗിവിംഗ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. പക്ഷെ അതിനൊരു ഫിക്സഡ് ഡേറ്റ് ഇല്ലായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഏപ്രിൽ ടു നവംബർ ആ ടൈമാണല്ലോ ഹാർവസ്റ്റ് ആ ടൈം വരുന്നത്. അപ്പൊ ആ സമയത്തായിരുന്നു ഇത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഫൈനലി എല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്കിതിനൊരു ഫിക്സഡ് ഡേറ്റ് വേണമെന്ന്. അങ്ങനെ 1957 ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒക്ടോബർ മാസത്തിലെ എല്ലാ സെക്കൻഡ് മൺഡേയും താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഫിക്സ് ചെയ്യുന്നത്. സോ 1957 ശേഷം ഒക്ടോബർ മാസത്തിലെ സെക്കൻഡ് മൺഡേ ആണ് നമ്മൾ താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ട് ഇന്ന് വരെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഥ പറഞ്ഞ് നമ്മളിതാ കോസ്കോയിലെത്തി. ഇനി ഞാൻ ഈ ക്യാമറയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കട്ടെ, പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ടർക്കി ഇവിടുന്ന് വാങ്ങിച്ചില്ല കേട്ടോ. കാരണം ഭയങ്കര 9-10 kg ഉള്ള വലിയ ടർക്കി എവിടെയുള്ളത്, നമുക്ക് അത്രയും വലിയ ടർക്കിന്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ നേരെ വാൾമാർട്ടിലേക്ക് പോയി അവിടുന്ന് ഒരു 5-6 kg ഉള്ള ടർക്കിയാണ് വാങ്ങിച്ചത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. അടുത്ത ദിവസത്തെ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഒക്ടോബർ 12 സാറ്റർഡേ ആണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള 1-2 ഫാമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വരാം. അതപ്പോൾ നമ്മുടെ ഒരു ട്രഡീഷനാണ്. എല്ലാ വർഷവും താങ്ക്സ് ഗിവിങ്ങിന് മുന്നേ ഉള്ള ആ സാറ്റർഡേ അടുത്തുള്ള ഫാമൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുക. അങ്ങനെ ഒരു ട്രഡീഷനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല മ്യൂസിക് ഒക്കെ വെച്ച് പോവാം അല്ലേ?
അച്ചാച്ചേൻ്റെ ആ പോക്ക് കണ്ടറിയാം. ദാ ആ കാണുന്ന ട്രാക്ടറെ കയറാനാന്ന്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. പിന്നെ അച്ചാച്ച അതിനകത്ത് കയറിയ സ്ഥിതിക്ക് ഞാൻ കയറാതിരിക്കുന്ന മോശമല്ലേ? അല്ലേ? ചുമ്മാ അച്ചാച്ച കയറിയില്ലെങ്കിലും ഞാൻ ചാടിക്കേറിയേനെ. അങ്ങനെ ദാ ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് പോർഷൻസ് ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇന്നത്തെ ദിവസം നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്നിട്ട് നാളെ കാണാം. ഇന്ന് സൺഡേ ഒക്ടോബർ 13. നമ്മൾ ചർച്ചിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ചർച്ചിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് നമ്മൾ വാങ്ങിയ ടർക്കി. എനിക്ക് ഈ ടർക്കി ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. സോ കംപ്ലീറ്റ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അച്ചാച്ചിയാണേ. ടർക്കി നന്നായിട്ട് ക്ലീൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ സ്കിന്നിന് പുറത്തോട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ നന്നായിട്ട് അപ്ലൈ ചെയ്യും ഫുൾ ടർക്കിയിൽ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഇതിനകത്തോട്ട് ഇടും. പുഷ് ചെയ്ത് ഉള്ളിലോട്ട് നിറയെ വെക്കും. നല്ല അടിപൊളി സ്റ്റഫിങ് ആട്ടോ ഇത്. എനിക്കറിയില്ല ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത്. മൊത്തത്തിൽ പറഞ്ഞു തരില്ല. അച്ചാച്ചേൻ്റെ ട്രേഡ് സീക്രട്ട് ആണ്. എനിക്ക് തോന്നുന്നത് മേപ്പിൾ സോസേജ് ഉണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്, എന്തൊക്കെയോ 2-3-4 ഹെർബ്സ് ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് ബീഫ് ഉണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് അറിയത്തുള്ളൂ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ സാധനത്തിന്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം. ഈ സ്റ്റഫിംഗ് ഒക്കെ വെച്ചതിന് ശേഷം നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് ടൈറ്റാക്കി വെക്കുന്നുണ്ട്. ഇതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ബേക്കണൊക്കെ ഇതുപോലെയൊക്കെ വെക്കും. എൻ്റെ പൊന്നോ, ഈ ബേക്കൺ അവസാനം എന്തൊരു ടേസ്റ്റാണെന്നറിയോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കൊതിയൊക്കെ വരുന്നുണ്ട്. ലെഫ്റ്റ് ഓവറൊക്കെ തീർന്നു. ഇനി ടർക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത താങ്ക്സ് ഗിവിങ് വരെ നോക്കിയിരിക്കണം. അവൻ ഓൾറെഡി 350 ഫാരൻഹൈറ്റിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെക്കുകയാണ്. ഒരു 4-4.5 hours ഒക്കെ എടുക്കും ഇത് കംപ്ലീറ്റ് നല്ലതായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഈ ടർക്കി ബേക്ക് ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് ടെമ്പറേച്ചർ, പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിനെടുക്കുന്ന ടൈം. ഇത് രണ്ടും കറക്റ്റ് അല്ലെങ്കിൽ മിക്കവാറും ടർക്കി കോളായി പോവും. ടർക്കി അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാം. നിങ്ങൾ ആരും വിചാരിക്കണ്ട കേട്ടോ നമ്മൾ എപ്പോഴും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഇരുന്നാൽ കഴിക്കുന്നതെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഇവിടെ നമുക്ക് കിച്ചണിൽ ഈറ്റിൻ കിച്ചണുണ്ട്. അപ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന ഡൈനിങ് ടേബിളിലാണ് നമ്മൾ നോർമലി ഫുഡ് കഴിക്കുന്നത്. അതോടുകൂടി തന്നെ ഉള്ളതാണ് ഫാമിലി റൂം. അപ്പോൾ ഫുൾ ടൈം നമ്മൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഫോർമൽ ഡൈനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പം, അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ, ഓണം, ക്രിസ്മസ്, താങ്ക്സ് ഗിവിങ് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ വളരെ സാധാരണമായിട്ട് നമ്മുടെ കിച്ചണിലുള്ള ഡൈനിങ് ടേബിളിലിരുന്ന് നമ്മൾ കഴിക്കും. ഇപ്പം ഇവിടെ രാത്രി 7 മണി. ഒരു 4.5 മണിക്കൂർ എടുത്തു കേട്ടോ ഇത് റെഡി ആവാനായിട്ട്.
ഇനി ഇത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനുശേഷം അത് കർവ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട്. അച്ചാച്ച നല്ലൊരു താങ്ക്സ് ഗിവിങ് പ്രെയർ ഒക്കെ ചെയ്തു. ഇനി നമുക്ക് കഴിക്കാം. അപ്പം നമ്മൾ കഴിക്കുന്നത് ഒരു സ്ലൈസ് ബ്രെഡ്, പിന്നെ നമ്മൾ ആ ടർക്കിക്കകത്തോട്ട് വെച്ച സ്റ്റഫിങ് ഇല്ലേ, അതിൽ കുറച്ച് 1-2 പീസ് ടർക്കി ഗ്രേവി, ക്രാൻബെറി സോസ്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോനകത്തോട്ട് ഈ ടർക്കി സ്റ്റഫിങ് വെച്ചിട്ട് എയർ ഫ്രൈ ചെയ്തിരുന്നു. അതും ഇച്ചിരി ഹെവി ഫുഡാണ്, പിന്നെ വൺസ് ഇൻ എ വൈലല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇനി കുറച്ച് പംകിൻ പൈയും കുറച്ച് വെനില കരാമൽ ഐസ്ക്രീമും പിന്നെ മധുരമില്ലാത്ത നല്ലൊരു ചൂട് കട്ടൻ കാപ്പിയും കൂടെ കുടിച്ചിട്ട് നമുക്ക് ഈ കലാപരിപാടി അങ്ങ് അവസാനിപ്പിക്കാം അല്ലേ? അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തു. ലെഫ്റ്റ് ഓവറൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളോടൊപ്പം ഈ ലോങ് വീക്കെൻഡ് സ്പെൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളോടൊപ്പമുള്ള ജേർണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത് തന്നെ കാണാട്ടോ. പക്ഷെ എനിക്ക് അറിയില്ല കറക്റ്റ് ഡേറ്റ് എന്നാന്ന്. പക്ഷെ നമ്മൾ കാണും. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ ജീൻമേക്സ് പേജ്.